തന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ അരിമത്തിയിലെ മന്ത്രി ജോസഫിനോടുകൂടെ പങ്കാളിയാകേണ്ട നിക്കോദമോസ്, യെശയ്യാ പ്രവചനത്തിൽ തന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നെഴുതിയിരിക്കുന്ന അതിലൊരാൾ നിക്കോദമോസ്. അവനെപ്പോലെയുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഉയരത്തിൽ നിന്ന് വരുന്നവൻ, മേലിൽ നിന്ന് വരുന്നവൻ, എല്ലാവർക്കും മീതെയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. നമുക്ക് മനസ്സിലാകാത്തത്, പിടികിട്ടാത്തത്, തലകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ദൈവാത്മാവ് പറയും. ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. ആദാം തോറ്റത് അവിടെയാണ്. തലകൊണ്ട് മനസ്സിലാകുന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഹവ്വയും ആദവും തെറ്റിപ്പോയത്. ദൈവം സത്യവാൻ എന്നുള്ളതിന് അവർ മുദ്രയിട്ടില്ല. ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നവനാണ് വിശ്വാസി. നിനക്ക് അപ്രാപ്യമെന്ന് തോന്നുന്നത്, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, ദൈവം നിന്നെ കുറിച്ച് അരുളി ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറയണം. അതിനായിട്ട് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്കണം. നിക്കോദോമസിനെ പോലെ നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും. നിനക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഒരു വിക്ടിമാകാം, അല്ലെങ്കിൽ ഒരു വിക്ടറാകാം. കാറ്റിന്റെ അനുകൂലമായി ചലിച്ച് നിനക്ക് വിക്ടറാകാം, ജയാളിയാകാം. അല്ലെങ്കിൽ ന്യായവിധി മേടിക്കുന്ന വിക്ടിമാകാം, അതിന് ഇരയായി തീരാം. നമുക്ക് വിക്ടറാകാം, ജയാളികളാകാം. പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാം, അവന്റെ കൂടെ സന്തോഷിക്കാം.